ഒരിക്കൽ തൻ്റെ ഒരു ആഗ്രഹ സാഫല്യത്തിനായി രാവണൻ ശിവഭഗവാനെ തപസ് ചെയ്തു. കഠിനമായ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. രാവണൻ പാർവതീദേവിയാണ് വരമായി ചോദിച്ചത്. ശിവഭഗവാന് അത് സമ്മതിക്കേണ്ടി വരുന്നു. ഇതേ സമയം പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരുന്ന പാർവതിക്ക് ഭഗവാന്റെ സന്ദേശം ഉണ്ടാകുന്നു. രാവണന്റെ ശ്രദ്ധ തിരിക്കാനായി കുളത്തിനടുത്തുണ്ടായിരുന്ന ഒരു തവളയെ പിടിച്ച് മഞ്ഞളും ചന്ദനവും കൊണ്ട് മനോഹരിയായ ഒരു പെണ്ണിനെ പാർവതി സൃഷ്ടിക്കുന്നു. അവരാണ് മണ്ഡോദരി. മണ്ഡൂപം എന്ന വാക്കിനർത്ഥം തവള എന്നാണ്. അങ്ങനെയാണ് മണ്ഡോദരി എന്ന പേര് കിട്ടിയത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. സുന്ദരിയായ മണ്ഡോദരിയെ രാവണൻ ലങ്കയിലെ രാജ്ഞിയായി വാഴിച്ചു. നല്ലവളായ മണ്ഡോദരി ഉത്തമ പത്നിയായിരുന്നു. പഞ്ചകന്യകമാരിൽ ഒരാളാണ് മണ്ഡോദരി. രാവണനിൽ നിന്നും മണ്ഡോദരിക്ക് 3 വീരന്മാരായ പുത്രന്മാർ ജനിച്ചു. അവരാണ് മേഘനാഥൻ, ആദികായൻ, അക്ഷയകുമാരൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.